അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹു 89 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് അല്ലാഹു വിളിച്ചത് 89 സ്ഥലങ്ങളിലാണ്. ഈ 89 സ്ഥലങ്ങളിലും മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ എക്സ് മുസ്ലിമിനോട് പറഞ്ഞതല്ല, അല്ലാതെ അമുസ്ലിമിനോട് പറഞ്ഞതല്ല, ഒരു ബഹുസ്വര സമൂഹത്തിനോട് പറഞ്ഞതല്ല. 20 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ചത് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ 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 എന്നാ വിളിച്ചത്. അത് ലോകത്തുള്ള ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കുമെല്ലാം ഉത്തരവാദിത്വമാണ്. കാരണം മനുഷ്യരായി പിറന്ന എല്ലാവരോടും അല്ലാഹുവിന്റെ കൽപ്പനയാ. ഇവിടെ അല്ലാഹു വിളിച്ചത് സത്യവിശ്വാസികളെ മാത്രമാ. അതുകൊണ്ട് തന്നെ അവരോട് മാത്രമേ ഇതിന്റെ സംബോധനയുള്ളൂ. അല്ലാഹു പറയുന്നു ലാ തത്തബിഊ ഖുതുവാതി ശൈത്താന്റെ ഖുതുവാത്തിനെ നിങ്ങൾ പിന്തുടരരുത്. ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. വമയ്യത്തബിഉ ഖുതുവാതി ശൈത്താൻ, ആരൊരാൾ ശൈത്താന്റെ പാത പിന്തുടർന്ന് പോയെന്നിരിക്കട്ടെ, അല്ലാഹു പറയുകയാണ് ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകരി, അവന് നിങ്ങളോട് കൽപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നും മ്ലേച്ഛതരങ്ങളാണ്, മറ്റൊന്ന് വെറുക്കപ്പെട്ട നിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു എന്താണോ നിരോധിച്ചിട്ടുള്ളത് അത് അവൻ നിങ്ങളോട് കൽപ്പിക്കുകയാ. എന്താണോ സമൂഹത്തിൽ മ്ലേച്ഛമായത് അവൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അല്ലാഹു നിരോധിച്ച കള്ളുകുടി നമ്മളോട് പ്രേരിപ്പിക്കുന്ന പൈശാചികതയാ, ലോട്ടറി പൈശാചികതയാ, അതുപോലെ പലിശ പൈശാചികതയാ. ഇത് ഹറാമായ കാര്യങ്ങളാണ്. എന്നാൽ അശ്ലീലമുള്ള, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, സഭ്യതയില്ലാത്ത കാര്യങ്ങളും ശൈത്താനെ കൽപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാ, ഇസ്ലാമിക വിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾ എന്തിന്റെ പേരിൽ നടന്നാൽ, അത് ഉറൂസിന്റെ പേരിൽ നടക്കട്ടെ, അത് നബിദിനാഘോഷത്തിന്റെ പേരിൽ നടക്കട്ടെ, അത് ഉറൂസിന്റെയും ഉറൂസ് മുബാറക്കിന്റെയും പേരിൽ നടക്കട്ടെ, അതെല്ലാം മ്ലേച്ഛതരം തന്നെയാണ്. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പിശാച് തന്നെയാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. എത്ര സുന്ദരമായ ഗൗസുൽ പേരിലുള്ള കൂട്ടമാണിത്. ഇവിടെ യാതൊന്നും ഞാൻ കാണുന്നില്ല. ആകെ ഇവിടെ ഉള്ളത് ഒരു ദീനീ മജ്ലിസ്, പോകുന്നവർക്ക് ഒരു പിടി ആഹാരം. എന്താ ഇതിൽ തെറ്റുള്ളത്? ചില ഉറൂസുകളിൽ നമ്മൾ പ്രസംഗിക്കാൻ പോയി, പ്രസംഗിക്കാൻ പോണ്ട എന്ന് മുറവിളി കൂട്ടി പലരും. ഞാൻ പറഞ്ഞു പോകണമല്ലോ. നമ്മൾ പോയില്ലെങ്കിൽ, പ്രസംഗത്തിന് വിളിക്കുന്ന ആളുകൾ പോയില്ല എങ്കിൽ അവര് പിന്നെ അവിടെ വെക്കുന്നത് ഗാനമേളയാകും. അതുകൊണ്ട് പോകണം. പോയിട്ട് അവരുടെ മുന്നിൽ എന്താണ് ദീനിന്റെ നിലപാടെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന്റെ ബാധ്യത നമുക്കില്ലേ? അങ്ങനെ ഒരു റൂസിന് പോയിട്ട് ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ തൊട്ടു പുറകില് ഭയങ്കരമായ ശബ്ദം. നോക്കുമ്പോ അവിടെ മരണക്കിണർ. അത് മരണക്കിണർ എന്ന് പറയുന്നത് ഹറാമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മഹാന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണോ അല്ലയോ എന്നുള്ളത് വലിയ മഹാന്മാര് പറയേണ്ട കാര്യമാണ്. പക്ഷെ അത് ഫഹ്ശാണ്, മോശമാണ്, മ്ലേച്ഛമാണ്. അത് ശരിയായ രീതിയല്ല. പ്രത്യേകിച്ച് ഒരു മതവിജ്ഞാന സദസ്സ് നടക്കുമ്പോ ഇതിന്റെ എല്ലാത്തിനെയും സംഘാടകർ ഒരാളാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയായ രീതിയല്ല, ഇതൊക്കെ മാറ്റണം. പണ്ഡിതന്മാരെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം എന്താണ് ദീൻ, എന്താണ് ദീൻ അല്ലാത്തത്, എന്നിട്ട് വരും വർഷങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. അത് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. നബിദിനം വളരെ മനോഹരമാണ്. നബിദിനം വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അവരോട് പോടാതിന്റെ പണി നോക്കടാന്ന് പറയണം, അത് മറ്റൊരു വശം. പക്ഷേ നബിദിനം വേണ്ട എന്ന് പറയുന്നവരോട് ആ വാക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നബിദിനാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലങ്ങളിലാണ്, എനിക്കറിയില്ല ഈ സാധനത്തിന്റെ ഒന്നും പേര്, എന്തൊക്കെയോ ഗാനമേളയ്ക്ക് വെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സമൂഹത്തിന് ശബ്ദ മലിനീകരണവും അതുപോലെ തന്നെ പുക മലിനീകരണവും അതുപോലെ തന്നെ എല്ലാവർക്കും ആകെ ഒരു വല്ലാത്ത അറ്റാക്കുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ പെടഞ്ഞങ്ങ് മരിക്കാൻ ആ നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് എന്തിനാണ്? ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് എന്ത് സമീപനമാണ് നമ്മൾ ചെയ്യുന്നത്?
ഇതൊക്കെ നമ്മൾ മാറ്റണ്ടേ? അപ്പൊ ഇതൊക്കെ ഫഹിഷ, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന അള്ളാഹും റസൂലും ആണെന്ന് പറഞ്ഞിട്ട് ഈ അള്ളാന്റെ റസൂലിന്റെ മണ്ട വെച്ചു കൊടുക്കരുത്. ഇത് ശൈത്താനാണെന്ന് ഖുർആൻ തന്നെ പറയാ. ഇന്നമാ യഅ്മുറു ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാ. ഈ ഫഹ്ശാ കൊണ്ട് ശൈത്താന്റെ ഇടപെടലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വടക്ക് മധ്യ കേരളത്തില് ഒരു ഉറൂസ് ഉണ്ട്. ആ ഉറൂസിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും 10 ലക്ഷം രൂപയ്ക്കാണ് 10 മിനിറ്റിലേക്ക് ഒരു ആനയെ കൊണ്ടുവരുന്നത്. 10 മിനിറ്റ് ആനയെ കൊണ്ടുവന്ന് മക്കാമിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആനയെ നിർത്തിയിട്ട് അവിടെ മുട്ടയും വേറെന്തൊക്കെയോ സാധനങ്ങൾ, പാലും, മരത്തിൽ പാമ്പ് വരുമത്രേ, പാമ്പിന് മുട്ടയും പാലും വെച്ചു കൊടുക്കണം. ഘോഷയാത്രയുടെ മുമ്പില് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ 10 ലക്ഷം രൂപ 10 മിനിറ്റത്തേക്ക് ആ ആനയെ വാടകയ്ക്കെടുക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതും ഒരു മഹാന്റെ പേരിലാണ്. ഇത് എങ്ങനെ നമ്മൾ അംഗീകരിക്കും? എങ്ങനെ നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ആ കമ്മിറ്റിക്കാർ ചെയ്യുന്നത് ഫഹ്ശ ആണ്. ഇത് ചെയ്യിപ്പിക്കുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനല്ല, സാക്ഷാൽ പിശാച്. വിശുദ്ധ ഖുർആൻ. ഒരു സംശയ കാര്യത്തിലില്ല. ഉറൂസുകൾ നടത്തണം. മഹാന്മാരെ മറന്നു പോകാൻ പാടില്ല. ആ മഹാന്മാരൊരു നാട്ടിലുണ്ടായിരുന്നു. അവരവിടെ അവരെന്തൊക്കെ അവിടെ പിന്നെ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി. അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു പോയാലും ഒരു തലമുറ അത് മനസ്സിലാക്കണം. അതിന് ഉറൂസുകൾ അനിവാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യങ്ങളും അനുവദിക്കാൻ പാടില്ല. പിശാച് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എവനൊരു ജോലി ഉണ്ടെന്താണെന്നറിയോ? ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം അള്ളാന്റെ വലിയന്റെ മണ്ടിട്ട് കൊടുത്തിട്ട് അവനങ്ങ് പോകും. ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് കമ്മിറ്റിക്കാരെ തലയിൽ വെച്ചിട്ട് അവനങ്ങ് പോകും. ശൈത്താൻ. അതാണ് ശൈത്താന്റെ ഡ്യൂട്ടി. ഞാനൊരു ചെറിയ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച അതേ കോലത്തിൽ ഓതുന്ന സഹാബിയ. ആദ്യമായിട്ട് സഫാ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് മഖാം ഇബ്രാഹിമിന്റെ പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ ആദ്യമായി സൂറത്തുർ റഹ്മാൻ ഉറക്കെ ഓതിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുന്ന ചോദ്യം അല്ലാഹു ഉത്തരം കൊടുക്കാതെ കൈവലിക്കില്ലെന്ന് റസൂൽ പരിചയപ്പെടുത്തിയ സഹാബിയ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തര സഹചാരിയാണ്, സീനിയറായ സഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകൾ പറയുകയാണ്, ഒരു സ്ത്രീക്ക് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നത്രേ. ആ പെണ്ണ് സുന്ദരിയാണ്, സുമുഖിയ. ഈ 4 സഹോദരങ്ങളും ആ പെണ്ണിനെ എവിടെയോ ഒരു യാത്ര പോകുന്ന സമയത്ത് ആ സഹോദരിയെ, ഏക സഹോദരിയാണ്, വാപ്പയില്ല ഉമ്മയില്ല, വേറെ ആരും നോക്കാനില്ല. സുന്ദരിയായ ആ പെണ്ണിനെ 4 സഹോദരങ്ങളും കൂടി എവിടെയാണെന്ന് സുരക്ഷിതമായ സ്ഥലത്തേൽപ്പിക്കുക. അവരിങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, ആ നാട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ടത്രേ. ആ മനുഷ്യൻ നല്ലുണ്ട്. അവിടെ കൊണ്ടുവന്ന 4 ആങ്ങളമാര് കൂടി ആ പെങ്ങളെ അവിടെ ആക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അവൾ ഇവിടെ സുരക്ഷിതയാണല്ലോ. അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, അവര് എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ആ പെണ്ണവിടെ തനിച്ചായി ആബിദ് ഇബാദത്തുമായി വീണ്ടും അതാ സജീവമാവുകയാ. 4 ആങ്ങളമാരും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, ആ മഠത്തിലേക്ക് അതാ വിളിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാ. ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ ശത്രുവായ, നിങ്ങൾ ഓരോരുത്തരുടെയും ശത്രുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ശൈത്താനുൽ ലഈൻ. ആ ശൈത്താൻ അതാ മഠത്തിലേക്ക് വേഴാമ്പലിന്റെ കളകൂചനം പോലെ ഈ സാത്വികനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളില് ഇരാവികാരം മുട്ടിടുകയാ. ആ മുട്ടിട്ട വികാരം പൂത്തുലയാൻ തുടങ്ങി. അങ്ങനെ ഈ പെണ്ണിനെ കയറി പിടിക്കുകയാ. അവൾക്ക് നിന്നുകൊടുക്കാൻ
കൊടുക്കലല്ലാതെ നിവൃത്തിയില്ല. ആ പെണ്ണിനെ വശീകരിച്ചോ, ആ പെണ്ണിനിതാ ഗർഭിണിയാവുകയാണ്. എന്താണ് ചെയ്യുക? ആ സമയത്ത് പിശാചിന്റെ ദുർബോധനത്തിൽ വീണുപോയ സാത്വികനായ മനുഷ്യനിലൂടെ ആ പെണ്ണ് ഗർഭിണിയായപ്പോൾ സഹോദരങ്ങളെ ശൈത്താനതാ വരികയാ. ശൈത്താന് വീണ്ടും വന്നു. വീണ്ടും വന്നിട്ട് സാത്വികനായ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ലോകത്താരും ഇത് അറിഞ്ഞിട്ടില്ല, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവളെ അങ്ങ് കൊന്നേക്കണം, അല്ലെങ്കിൽ പ്രസവിച്ചാൽ പ്രശ്നമാണ്. അയാൾ പറഞ്ഞു, ഞാൻ എങ്ങനെ കൊല്ലും? കൊല്ലലല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, കൊന്നേക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ആ ശരീരത്തെ കുഴിച്ചിടുക. നിങ്ങളാണ് എന്ന് ആരും വിശ്വസിക്കില്ല. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞ ജനങ്ങൾ ഒരിക്കലും തർക്കം ഉന്നയിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നിമിഷ നേരം ദുർബോധനത്തിൽ വീണുപോയ, പിശാചിന്റെ വടിയിൽ വീണുപോയ ആ സാത്വികനായ സൂഫി വര്യൻ എന്ത് ചെയ്തെന്നറിയോ? ആ പെണ്ണിനെ അങ്ങ് കൊല്ലുകയാ. എന്നിട്ട് ശൈത്താൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത കുഴിയിലേക്ക് കുഴിച്ചിടുകയാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, 4 ആങ്ങളമാരിലും ശൈത്താൻ ചെന്നു. എന്നിട്ട് ഉറക്കത്തിലേക്ക് കിനാവ് കാണിക്കുകയാ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങള് കൊല്ലപ്പെട്ടിരിക്കുകയാ. വെറുതെ കൊല്ലപ്പെട്ടതല്ല, ബലാത്സംഗത്തിനിരയായിട്ട് അവള് കൊല്ലപ്പെട്ടിരിക്കുകയാ. അവളുടെ ഖബർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ഈ 4 സഹോദരങ്ങളും ആ രാത്രിയിൽ കിനാവ് കണ്ടു. നേരം വെളുത്തൊരു സഹോദരൻ അടുത്ത 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു പേക്കിനാവ് കണ്ടു. എന്താ കണ്ടത്? നമ്മുടെ സഹോദരി കൊല്ലപ്പെട്ടത്. രണ്ടാമൻ പറഞ്ഞു, ഞാനും കണ്ടു. മൂന്നാമൻ പറഞ്ഞു, ഞാനും കണ്ടു. നാലാമൻ പറഞ്ഞു, ഞാനും കണ്ടു. എന്നാൽ ഇന്ന സ്ഥലത്താണല്ലോ നമുക്ക് പോകാം. അവിടെ ചെന്ന് നോക്കുമ്പോ അല്ലാ, ഏക പെങ്ങളതാ കുഴിച്ചിടപ്പെട്ടിരിക്കുകയാ. ഇത് ചെയ്തതാരാണെന്നും അതാ ദുർബോധനം നൽകി ഈ സാത്വികനായ മനുഷ്യൻ തന്നെ. ആ മനുഷ്യനെ അതാ പിടിച്ചു കെട്ടുകയാ. അവന്റെ എല്ലാ ടെന്റും ആരാധനായിടങ്ങളൊക്കെ തകർത്തു കളഞ്ഞു. എന്നിട്ട് ആ സാത്വികനായ മനുഷ്യനെ കോടതിയിൽ കൊണ്ടുവരികയാ. ആ സമയത്ത് അവിടെ 3ാമത് പിശാച് വരികയാ. ഒന്നാ പെണ്ണിനെ വശീകരിക്കാമെന്ന പിശാച്, 2ാമത് കൊല്ലാൻ വേണ്ടി പ്രേരണ കൊടുത്ത പിശാച്, 3ാമത് വരുന്നത് കോടതിയിൽ വെച്ചാ. ഈ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാത്വികനായ മനുഷ്യന്റെ മുമ്പിൽ പിശാച് കടന്നു വന്നിട്ട് പറയുകയാണ്, ഇന്നി ഔഖഅതുക ഫീ ഹാദാ, ഇതില് ഞാനാണ് നിന്നെ വീഴ്ത്തിയതെന്ന് നിനക്കറിയോ? വലയുൻജീക മിൻഹു ഗൈരി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ എനിക്കല്ലാതെ കഴിയില്ല, എന്നിലൂടെ അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് ആ പണ്ഡിത്, ആ സൂഫിയായ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആകെ നാറ്റക്കേസായല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്ത് പിശാചു പറഞ്ഞു, എനിക്കൊരൊറ്റ കാര്യം മതി, അത് ചെയ്യാൻ നിനക്ക് കഴിയോ? എന്നാ ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താ. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്തായാലും നീ കാരണം ആ പെണ്ണ് ഗർഭിണിയായി, അത് കാരണം അവൾ കൊല്ലപ്പെട്ടു, നീ പിടിക്കപ്പെട്ടു. ഇതെല്ലാം ഞാൻ നിന്നെ വീഴ്ത്തിയത് തന്നെയാണ്, പക്ഷെ രക്ഷപ്പെടുത്താനും എനിക്കേ കഴിയൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയോ? ആ സമയത്ത് പിശാചാ സാത്വികനോട് പറഞ്ഞതെന്തെന്നറിയോ? ഫസ്ജുദുലി സജ്ദതൻ വാഹിദാ, എനിക്കൊരു സുജൂദ് ചെയ്യോ? എന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യുമോ? ഇനി ആകെയുള്ള തിന്മ അത് മാത്രമല്ലേ, അവിടെ വ്യഭിചാരം നടന്നു, കൊലപാതകം നടന്നു, അള്ളാഹുവുമായിട്ടുള്ള സകല ബന്ധങ്ങളും അയാൾക്ക് അവിടെ വെച്ച് മുറിക്കേണ്ടി വന്നു. അയാളോട് പറയുന്നു, ഇനി ഒരൊറ്റ വഴിയേ ഉള്ള, രക്ഷപ്പെടണം, ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പറയാം, നീ അല്ല ഇത് ചെയ്തതെന്ന്, അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ എനിക്കൊരു സുജൂദ് ചെയ്യണം, പറ്റുമോ? സഹോദരങ്ങളെ, സുജൂദ് ചെയ്തു. ആ മനുഷ്യനതാ ശൈത്താന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാ. ശൈത്താൻ അവിടെ നിന്നങ്ങ് വഴിമാറുകയാ. സഹോദരങ്ങളെ, ശൈത്താൻ വഴിമാറിയെന്ന് മാത്രമല്ല, അയാളെ തലാ കൊന്നുകളയുന്നു, അയാളെ കൊല്ലപ്പെടുകയും ചെയ്തു. ആ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം മുന്നിലിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതിയത് സൂറത്തുൽ ഹശ്റിലെ ഒരായത്താണ്. കമസലി
الشيطان إذ قال للإنسان كفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ശൈത്താൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹശർ പറയുകയാ, കമസലി ശൈത്താൻ, ശൈത്താന്റെ ഉപമ പോലെയാണ്. എന്താ ശൈത്താന്റെ ജോലി എന്നറിയോ? ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, ജനങ്ങളോട് പറയും നീ കാഫിറാകടാ. ഫലമ്മാ കഫറ, ഈ ജനങ്ങൾ കാഫിറായാലോ, ഖാല, ശൈത്താൻ പറയുന്നത് ഇന്നി ബരീഉം മിൻക, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഭയമാണ്, അതുകൊണ്ട് ഞാനിതാ നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പിശാച് പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, കള്ളുകുടിയന്മാരെ മദ്യശാപ്പിൽ കൊണ്ടുപോകുന്നതാരാ? പോടാ, ഇത്രയും ടേസ്റ്റ് ഉള്ളത് വേറെന്താ ഉള്ളത്? അത് കുടിച്ചാൽ പിന്നെ നിനക്ക് ലോകവുമായിട്ട് ബന്ധമില്ലല്ലോ. പോമോനെ എന്ന് പറഞ്ഞ് ബിവറേജിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാ. കൊടുക്കടാ, വാങ്ങി കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാ. ആ മദ്യം തന്റെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ പിശാച് അവിടെ നിന്ന് ഇന്നി ബരീഉം മിൻക, നിന്നിൽ നിന്ന് ഞാനിതാ ഒഴിവാവുകയാണ്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചോനെ പേടിയാണെന്ന് പറഞ്ഞിട്ടൊരൊറ്റ മുങ്ങലാണ്. ഒരൊറ്റ മുങ്ങൽ. ഇത് ശൈത്താന്റെ ജോലിയാണ്. ശൈത്താന്റെ പാർട്ടിക്കാരായി നമ്മൾ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ശൈത്താൻ ഒരൊറ്റ ഓട്ടമാണ്. ശൈത്താൻ അതുവരെ എല്ലാം സയ്യന ലഹും അഅമാലഹും, കേട്ടോ, എല്ലാം അങ്ങോട്ട് അഴകാക്കി കാണിച്ചു തരും. എന്നിട്ട് ആ പണി ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരൊറ്റ മുങ്ങൽ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വ്യക്തമായ പരാജയം സംഭവിച്ചവൻ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പറഞ്ഞതിൽ ഒന്ന്, ആരാണോ ശൈത്താനെ, അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ശൈത്താനെ വലിയാക്കുന്നവൻ, അവൻ പിഴച്ചുപോയി. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് എന്താ ഇനി ഒരു മാർഗം? എന്താണ് ഒരു മാർഗം? റസൂലുള്ളാഹി അലമിലേക്ക് വരുന്നുണ്ട്, അതാണ് എന്റെ വിഷയം. എന്താ നമുക്കുള്ള മാർഗം? ഒരൊറ്റ മാർഗം, അള്ളാഹുവിനെ വലിയാക്കുക. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അള്ളാഹുവിനെ സംരക്ഷകനാക്കുക. ഈ വലിയ എന്ന് പറഞ്ഞാലേ പലതരം വലിയുണ്ട്. ഉറക്കത്തിലെ വലിയുടെ കാര്യമല്ലേ ഈ പറയുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ മൗല എന്ന് പറഞ്ഞാൽ യജമാനനും മൗല എന്ന് പറയും, അടിമയ്ക്കും മൗല എന്ന് പറയും. ചില ആളുകൾ പറയും, ഓഹ് വലിയെന്ന് പറഞ്ഞ് അള്ളാനെ വലിയാക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ എത്രയോ ആളുകൾ വലിയാണ് എന്ന് വെച്ചിട്ട് നാളെ അവരുടെ പേരിൽ യാസീനൊന്നും ഓതിക്കളയല്ലേ. മോളെ കെട്ടിക്കുമ്പോ നിങ്ങൾ ആരായി? എന്താ പറയുന്നത്? വലിയിരിക്കുക എന്നല്ലേ? അത് ഈ വലിയ തന്നെയാ. മുഹ്യിദ്ദീൻ ശൈഖിനെ പറയുന്ന വലിയ തന്നെയാണ് ആ വലിയും. അർത്ഥം വേറെ തന്നെ ഉള്ളൂ. അർത്ഥം വേറെ തന്നെ ഉള്ളൂ. ഒരു വാക്കിൽ തന്നെ എന്തുമാത്രം അർത്ഥമുണ്ട്, പല അർത്ഥങ്ങളില്ലേ. വലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ആ പെണ്ണിന്റെ സംരക്ഷകൻ നമ്മളായിരുന്നു, ഉത്തരവാദിത്വം നമുക്കായിരുന്നു. ആ പെൺകുട്ടിയുടെ എല്ലാ ചുമതലയും നമ്മളിലായിരുന്നു. അതാണ് വലിയ. അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ അവന്റെ അടുപ്പക്കാരെന്നാണ്. അവന്റെ അടുപ്പക്കാര്. മുഹമ്മദ് കുഞ്ഞ് ഗനീമി ഉസ്താദ് ഇരിപ്പുണ്ട്. ഈ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അള്ളാഹു ഇൽമിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ സ്നേഹമാണ്. അള്ളാഹു ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ചുകൂടാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ വലിയാക്കി കഴിഞ്ഞാൽ, നമ്മുടെ സംരക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കലൊരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, മോനെ, ശൈത്താൻ വന്നിട്ട് നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച നീ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യാ? ശൈത്താൻ വന്നിട്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നത് ആ തെറ്റ് ചെയ്യുന്ന ശൈത്താനോട് നമ്മൾ പോരടിക്കും.
ആ ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞ മറുപടി അതാണ്, ഞാൻ ശൈത്താനെ നേരിടും. അപ്പൊ ഗുരു ചോദിച്ചു, വീണ്ടും വന്നാലോ? ശക്തമായ നിലയിൽ തിരിച്ചു വന്നാലോ? ഞാൻ വീണ്ടും നേരിടും. വീണ്ടും വന്നാലോ? ഞാൻ വീണ്ടും നേരിടും. 3 പ്രാവശ്യം ശിഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, മോനെ, അബദ്ധമാണ്. നീ ശൈത്താനെ നേരിട്ട് കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ടൊരു ഉദാഹരണം ചോദിച്ചു. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇപ്പൊ ഒരു വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടി ചെന്നു, അല്ലെങ്കിൽ നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രവർത്തകര് ഒരു വീട്ടില് പിരിവിന് വേണ്ടി ചെന്നു. അപ്പൊ അവിടെ ഉണ്ട് പട്ടി. നായ വളർത്തുന്ന വീട് മുസ്ലിമീങ്ങളിലുണ്ട്. ആലോചിച്ച് നോക്കിയേ, അല്ലേ? നായുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കില്ല. അപ്പൊ രൂപമുള്ള വീട്ടിലോ? അടുക്കൂല. ഫോട്ടോ ഫ്രണ്ടിൽ വെക്കുന്ന വീട്ടിൽ അടുക്കൂല. നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസുകൾക്കൊക്കെ ഈ ഒരു ശോചനീയ അവസ്ഥ സംഭവിച്ചത് എന്താ? സകല മൊയ്ലിയാക്കന്മാരുടെ ഫോട്ടോയും വെച്ചിട്ടാ. ഫോട്ടോ മാറ്റിയിട്ട് വാഴ വെച്ച് നോക്ക്. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന, പിന്നെ നിങ്ങളുടെ ഫോട്ടോ വന്നില്ലേ? ഈ പ്രസംഗത്തിന് വിളിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പോ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെ പ്രസംഗത്തിന് വിളിച്ചു. ആ സമയത്ത് വലിയ കട്ടൗട്ടുകളൊക്കെ വെക്കുന്നു. ഞാൻ പറഞ്ഞു, എന്റെ ഫോട്ടോ വെക്കണ്ട, ബാക്കി എല്ലാ ഉസ്താദന്മാരുടെ ഫോട്ടോയും വെച്ചോ. ഇപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറയുന്നത് നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരാനാണ്. അങ്ങനെയായി. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാല് പ്രാവിന് കാട്ടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫ്ലക്സ് കൊണ്ടുവന്നത് റോട്ടിൽ വെച്ചിട്ട് വരും, പോകുന്ന പ്രാവും കാക്കൊക്കെ കാട്ടിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പോയിട്ട് ഒരു ബാത്റൂമിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ അതിൽ കഥ കെട്ടിരിക്കുന്നത് വാഴലിന്റെ ഫ്ലക്സാ. അപ്പൊ അത് തന്നെ ഇതിന് പറ്റിയ സാധനം. അതിനെ അർഹതപ്പെട്ട സ്ഥലത്ത് ഇതിരിക്കൂ. സിറാജുൽ ഹുദയുടെ പ്രവർത്തകര് മാറ്റി. സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ അടുത്ത വർഷം മുതൽ ഈ ഫോട്ടോ ഒന്നും വെക്കണ്ട. കാണുന്നവര് വന്നാൽ മതി, കേൾക്കണവര് വന്നാൽ മതി. പ്രസംഗത്തിന് ഫോട്ടോ കണ്ടിട്ട് വരുന്നതിന്. നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ നായ ഉണ്ടെന്നിരിക്കട്ടെ, ആ നായ ഉള്ള വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴേക്കും നായ ഓടി നമ്മുടെ മുമ്പിലേക്ക് വരിക. ഓടി വീട്ടുകാരനെ വിളിക്കും, പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ പറയും. അതല്ലേ ശരി? നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്താണ്? വീട്ടുകാരനെ വിളിച്ചിട്ട് പറയും, പെട്ടെന്ന് പിടിച്ചോ എന്ന് പറയും. ഈ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിന്നെ തെറ്റിന് ശൈത്താൻ പ്രേരിപ്പിക്കുമ്പോ നീ എന്ത് ചെയ്യും? ഞാൻ ശൈത്താനെ നേരിടും. അബദ്ധമാ മോനെ. ഞാൻ വീണ്ടും വന്നാലോ? ഞാൻ വീണ്ടും നേരിടും ഗുരു. ശുദ്ധ അസംബന്ധമാ മോനെ. വീണ്ടും വന്നാലോ? ഞാൻ വീണ്ടും അവനെ നേരിടും. വിവരക്കേടാ പൊന്നു മോനെ. എന്നിട്ട് ഗുരു പറഞ്ഞു, മോനെ, നീ ചെയ്യുന്നത് നായ കടിക്കാൻ വേണ്ടി വരുമ്പോ നായയുടെ യജമാനനെ വിളിച്ചിട്ട് നീ പെട്ടെന്ന് ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്നെ രക്ഷപ്പെടുത്തതിനെ പിടിച്ചു കെട്ടെന്ന് പറയുമോ? ആ നായയുടെ നേരെ നീ ചീറി അടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ശിഷ്യൻ പറഞ്ഞു, വീട്ടുകാരനോട് പറയും പിടിച്ചു കെട്ടാൻ. ഇത് തന്നെയാ നീ ചെയ്യേണ്ടത്. ഏതാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയണം, അല്ലാഹുവേ, ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ കാക്കണമല്ലാ. സഹോദരങ്ങളെ, ഖുർആൻ ഓതുമ്പം മടി വരുന്നുണ്ടല്ലോ. ഖുർആൻ ഓതുമ്പോ കോട്ടുപാടെ പോയാലും പിശാചിൽ നിന്ന് കാവല് തേടിയിട്ടല്ലേ പോകേണ്ടത്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരാ. ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുകയാ. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുന്ന കുഞ്ഞുങ്ങളിലും നീ ശൈത്താനെ അകറ്റണമല്ലാ. ഇത് പറയാതെ ഏതൊരു കുഞ്ഞിനെ ഏതൊരു പിതാവും മാതാവും ജന്മം നൽകുവോ ആ പ്രിയപ്പെട്ട കുട്ടി ആണായാലും പെണ്ണായാലും പിഴച്ചത് തന്നെ. അതിനാണ് നമ്മൾ പറയുന്നത്, സഹോദരങ്ങള്, അള്ളാന്റെ ഹബീബിന് നമുക്ക് മാതൃകയുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോ നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. ആണു പെണ്ണു പിശാചുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് തേടുകയാണല്ലാ. കാരണം
കാരണം ശൈത്താന്റെ വീടാണ് ബാത്റൂം, ടോയ്ലറ്റ് ശൈത്താന്റെ വീടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കയറുമ്പോൾ അതിൽ നിന്ന് കാവൽ തേടുന്നത്. ഇനി ശൈത്താന്റെ വീടെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് നമുക്ക് കയറേണ്ടി വരുന്നു. അതുകൊണ്ട് നമ്മൾ കാവൽ തേടിയിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ ജീവിതത്തിന്റെ അഖില മേഖലകളിലെ നിഖില മേഖലകളില് പിശാചിൽ നിന്ന് കാവൽ തേടിയിട്ട് വേണം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എത്തപ്പെടാൻ. അതുകൊണ്ടാണ് സൂറത്തുൻ നിസാഇൽ അല്ലാഹ് പറഞ്ഞത്, വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. അല്ലാഹ് പറയുന്നു, വലൗലാ ഫളലുല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഔദാര്യം അല്ലാഹു തന്നതുകൊണ്ട്, വറഹ്മതുഹു അവന്റെ ഓശാരം നിങ്ങൾക്ക് തന്നതുകൊണ്ട്. അല്ലാഹു പറയുകയാണ്, അത് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ്. അതല്ല കിട്ടാതിരുന്നെങ്കിലോ ലത്തബഅതുമുശ് ശൈത്താന, ശൈത്താന നിങ്ങളെ നിശ്ചയം നിസ്സംശയം പിൻപറ്റിയേനെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാചിൽ നിന്ന് കാവൽ തേടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് നീങ്ങുക, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുക. സംരക്ഷണം മുഴുവനും നമ്മൾ ഏൽപ്പിക്കേണ്ടത് അവനെയാണ്. ഒരിക്കലും പിശാചിന്റെ പാതയല്ല തിരഞ്ഞെടുക്കേണ്ടത്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവിന്റെ പാതയാ. അതാണ് ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശക്തമായ പരാജയത്തിന്റെ 3 കാരണങ്ങളിൽ ഒന്നാമത്തേത് വമയ്യത്തഖിദ് ശൈത്താന വലിയ്യം മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസറ ഖുസ്റാനം മുബീനാ. ആരല്ലാഹനെ മാറ്റി നിർത്തിയിട്ട് പിശാചിന്റെ പാത തിരഞ്ഞെടുക്കുമോ അവന് രക്ഷയില്ല, അവന് ശക്തമായി പരാജയപ്പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ. ഒറ്റ മണിക്കൂറായി, ഇനി 1 മണിക്കൂർ കൊണ്ട് 2 കാര്യവും പറയണം. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വ്യക്തമായ പരാജയത്തിന്റെ ഒന്നാമത്തെ കാരണം ശൈത്താനെ നമ്മൾ ചേർത്ത് നിർത്തി അള്ളാനെ ഒഴിവാക്കുന്നു. അത് മാറ്റുക, മാറ്റിയിട്ട് എന്തും അള്ളാനെ ഏൽപ്പിക്കുക. അവന് ഉണ്ടല്ലോ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ. ഹമാസ് ഫലസ്തീനിലെ പോരാളി സംഘടനയാണ് ഹമാസ്. ഫലസ്തീനിലെ പാവപ്പെട്ട 23 ലക്ഷം പേര് 40 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള തുരുത്തിൽ താമസിക്കുമ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ സകല ആശുപത്രികളും ബോംബിട്ട് നശിപ്പിച്ചു. കലിയടങ്ങാതെ ഹെലികാമിലൂടെ പിടിക്കപ്പെട്ട രംഗം ആയിരക്കണക്കിന് അഗാധ ഗർത്തങ്ങൾ ഈ 43 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ കാണപ്പെടുന്നു. ഒരു സ്കൂളിൽ പഠിക്കാൻ ആ ക്ലാസ്സിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല, എല്ലാം രക്തസാക്ഷികളായിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ, ആതുരാലയങ്ങൾ, ആരാധനാലയങ്ങൾ, ഭവനങ്ങൾ, എന്തിനേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ പോലും അഗ്നിക്കിരയാക്കിക്കൊണ്ട് താണ്ഡവമാടുന്ന ജൂത പിശാചുക്കൾ. പക്ഷേ അവർ സർവ്വതും അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സങ്കടം നമുക്കേ ഉള്ളൂ. ഗസയിലെ കുഞ്ഞുങ്ങൾ ആകാശത്തിലൂടെ മിസൈലുകൾ പാറിക്കളിക്കുമ്പോൾ ഗസയിലെ പാവപ്പെട്ട പൊന്നുമക്കള് പാർക്കുകളിൽ ചിത്രരചന മത്സരം നടത്തി കളിക്കുകയാണ്. ഇന്റർവ്യൂവിന് പോയ ഒരു ഇന്റർവ്യൂ വിദഗ്ധൻ നോക്കുമ്പോ കുട്ടികൾ അഭയാർത്ഥി ക്യാമ്പിൽ എന്തൊക്കെയോ കളിക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോ ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്ന കളി എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ വീട്ടില് ടീച്ചറും സ്റ്റുഡന്റും കളിക്കും. മക്കള് കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, ഇല്ലേ? വണ്ടി ഓടിച്ച് കളിക്കും, പോലീസും പട്ടാളവും കളിക്കും. പക്ഷേ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട പൊന്നുമക്കൾ കളിക്കുന്ന കളി, ആ കുഞ്ഞു മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കളിയാ കളിക്കുന്നത്? ഞങ്ങൾ ശുഹദ കളിക്കുകയാണ്. ഒത്തു പിടിച്ചിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു. ശുഹദ കളിക്കുക ആ മക്കൾ. അവർക്ക് യാതൊരു സങ്കടവും ഇല്ല, അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല, പ്രശ്നങ്ങളുമില്ല. 11 പേര്, കുടുംബത്തിലെ 11 പേര്, കുഞ്ഞുങ്ങളടക്കം, വൃദ്ധരടക്കം, യുവാക്കളടക്കം, യുവതികളടക്കം കബന്ധങ്ങളായി മോർച്ചറിയിൽ പാവപ്പെട്ട സഹോദരൻ കടന്നു വരുമ്പോ 11 മൃതശരീരങ്ങളെ കണ്ട്
ആ സഹോദരൻ എങ്ങനെയാണത് ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡോക്ടറുടെ മുമ്പിൽ നിന്നുകൊണ്ട് 11 കുടുംബത്തിലെ സർവരും നഷ്ടപ്പെട്ട ആ സഹോദരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ കിടക്കുന്ന 11 പേര് അള്ളാഹുവിന്റെ ദീനിലെ ആദ്യത്തെ രക്തസാക്ഷികളൊന്നുമല്ല, അവസാനത്തെ രക്തസാക്ഷികളുമല്ല. എന്തൊരു ഈമാനാണ്! ഫലസ്തീനിലെ മക്കളുടെ ഈമാന്റെ മുമ്പിൽ നമ്മുടെ ഈമാൻ എന്താ? ഇപ്പൊ ദീപാവലിക്ക് പടക്കം കേട്ടാൽ നമുക്ക് ഞെട്ടൽ വരും. അവർക്ക് മിസൈലും ഈ കാണുന്ന രീതിയിലുള്ള ഭീകരമായ എന്തെല്ലാം കോപ്പുകൾ കൂട്ടിയിട്ടാണ് അമേരിക്കയും ബ്രിട്ടൻ അടക്കം, അല്ലെ? ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂയില് നമ്മുടെ ദേശീയ മുസ്ലിം പറയുന്നൊരു വാക്കുണ്ട്. മൂപ്പരിങ്ങനെ അങ്ങോട്ട് വാചാലനാവുക. ദേശീയ മുസ്ലിമിനോട് ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ ഇസ്രയേലിനോടാണോ ഫലസ്തീനോടൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ മറ്റൊരു ഇടതുപക്ഷ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ കൃത്യമായി ഫലസ്തീനോടൊപ്പം ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം അങ്ങോട്ട് വാചാലനാവുകയാണ്. വല്ല ആവശ്യമുണ്ടായിരുന്നോ? ഒക്ടോബർ 7-ന് ഹമാസ് അങ്ങോട്ട് ചെന്ന് വെറുതെ എത്ര പാവപ്പെട്ട ഇസ്രയേലികളെ കൊന്നുകളഞ്ഞു. ഇയാളങ്ങോട്ട് വാചാലനാവുക. ഇയാൾ ആരാ കേൾക്കാൻ പോവാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നടക്കുമ്പോഴും നമ്മൾ പള്ളികളിൽ ദുആ ചെയ്യുമ്പോൾ, സുന്നത്ത് നോമ്പ് പിടിച്ച് ദുആരക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുമ്പോൾ, ഐതിഹാസികമായ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഫലസ്തീനിലെ മക്കൾക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്ക് പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരാടുകയാണ്. നമ്മൾ പോരാടിയ പോരെ? ബ്രിട്ടനല്ലേ എല്ലാ പിന്തുണയും കൊടുത്തത്? സ്വാതന്ത്ര്യ സമര സേനാനികളായ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ ബ്രിട്ടീഷുകാരിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിയത്. ഇതേ ശൈത്താന്മാരിൽ നിന്ന് തന്നെയാണ് ഫലസ്തീനിന് മോചനം കിട്ടേണ്ടത്, ഖുദ്സ് മോചിപ്പിക്കപ്പെടേണ്ടത്. അള്ളാഹു എത്രയും വേഗം ഖുദ്സിന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാക്കി മാറ്റി അവർക്ക് നാശങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജൂതന്മാരെ അള്ളാഹു എല്ലാ നിലയിലും തകർത്ത് തരിപ്പണമാക്കട്ടെ എന്ന് നമുക്ക് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാം. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പറഞ്ഞത് ഇസ്തിഖാമത്തില്ലാത്ത ഒരാളെ പറ്റിയാണ്. ഇസ്തിഖാമത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തമായ പരാജയമാണ്. അള്ളാഹു പറയുന്നത് സൂറത്തുൽ ഹജ്ജില രണ്ടാമത്തെ വിഭാഗമാണ്. അള്ളാഹു പറയുന്നു, വമിനന്നാസി മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫ് ഫഇൻ അസാബഹു ഖൈറുൻ തുമഅന്ന ബിഹി വഇൻ അസാബതുഹു ഫിത്ന ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയാ വൽ ആഖിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാണ് ഗൗസുൽ ആലമിന്റെ മാറ്റുകൂടുന്നത്, അവിടെയാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് അഹ്മദുൽ ബദവി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ഖാജാ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി സഞ്ചരി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ഇബ്രാഹിമുൽ ബാദിശൽ ഏർവദി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ഇബ്രാഹിം ദസൂഖി തങ്ങളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ഹസൻ ബിൻ അലിയിൽ കരുനാഗപ്പള്ളിയുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ലോകത്തുള്ള മശായിഖുമാരുടെ ഔലിയാക്കളുടെ മാറ്റുകൂടുന്നത്, അവിടെയാണ് ഔലിയാ കിറാമിങ്ങൾ വിജയിച്ചു നിന്നത്. ആ ഔലിയാക്കളുടെ പേരിൽ ചാപ്പാട് മാത്രം കഴിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്ന് കരുതല്ലേ മുസ്ലിം ചെറുപ്പക്കാരാ. നല്ലത് തന്നെ, വജീനം നല്ലതാണ്, തബറുക്കിന്റെ ഭക്ഷണം ശ്രേഷ്ഠമാണ്. പക്ഷേ ഒന്ന് നിങ്ങൾ അറിയണേ, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വമിനന്നാസ്, ചില ആളുകളുണ്ട്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫ്, അരികിലിരുന്ന് ഇബാദത്ത് എടുക്കുന്ന ആളുകളാ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയെന്ന് നമ്മൾ പറയുമല്ലോ, ചാഞ്ചാട്ടമാണ്, അങ്ങോട്ടും വിഴാം ഇങ്ങോട്ടും വിഴാ. അള്ളാഹു അതിനെ വ്യക്തത വരുത്തി പറയുകയാണ്, എന്തെങ്കിലും നന്മകൾ അവർക്ക് വന്നാൽ, അവരുടെ മക്കൾക്ക് വിജയം കിട്ടിയാൽ, നല്ല ജോലി കിട്ടിയാൽ,
കിട്ടിയാൽ, അവർക്ക് സുഖ സൗകര്യങ്ങൾ വന്നാൽ ഇത്മഅന്നബിഹി, അവരതിൽ നിർവൃതി പൂണ്ടുകയാ, അവരതിൽ സന്തോഷഭരിതരാവുകയാ. അവർക്ക് എന്തെങ്കിലും വിപത്തുകൾ സംഭവിച്ചു പോയാലോ അവര് പിന്തിരിഞ്ഞോടുകയാ. അല്ല പറയുന്നു ഖസറദ്ദുനിയാ വൽ ആഖിറ, ഈ വിഭാഗത്തിന്റെ ദുനിയാവും ആഖിറവും പരാജയത്തിലാ. തന്നെയാണ് ശക്തജയം, അത് തന്നെയാണ് ശക്തമായ പരാജയം. ഇവിടെയാണ് ബദരീങ്ങളെ സ്മരിക്കപ്പെടുന്നത്. 313 പേര് അവര് തങ്ങളുടെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബദർ എന്ന് പറയുന്ന വ്യാപാരമേള നടക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ, മദീനയിൽ നിന്ന് 145 കിലോമീറ്റർ അപ്പുറത്ത്, മക്കയിൽ നിന്ന് 355 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ബദർ എന്ന് പറയുന്ന വ്യാപാരമേള നടക്കുന്ന ആ പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത് ആയിരക്കണക്കിന് സത്യനിഷേധികൾ, കുഫാറുകൾ മാസങ്ങളോളം യുദ്ധം ചെയ്യാനുള്ള സംവിധാനങ്ങളുമായിട്ട് കടന്നു വരുമ്പോ, ഇല്ല ഇല്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകില്ല, ഞങ്ങൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയ മാസം ഇതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ബദറിൽ നിന്ന് ആ 313 പേര് പോരാടുകയാ. അവര് വിജയശ്രീലാളിതരായില്ലേ? അവരെ പറ്റി ഞാനും നിങ്ങളും പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 16ാമത്തെ രാത്രിയിൽ അവരെ പറ്റി എന്താ പാടി പറയുന്നത്? ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതുൻ കുബറാ. ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല കദഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതുൻ കുബറാ. ഹുമുർ റിജാലു, അവരെ ആണുങ്ങളാ, അവര് ആണുങ്ങളാണ്. ഹുമുൽ ജിബാൽ, അവര് പർവ്വത സമാനമായ ചങ്കൂറ്റമുള്ളവരാ, അവരാണത്വമുള്ളവരാ, അവര് ചങ്കൂറ്റമുള്ളവരാ. നട്ടല്ലിന്റെ ഭാഗത്ത് നട്ടല് മാറ്റികിട്ട് വാഴപ്പിണ്ടി വെച്ച് കെട്ടിയവരല്ല. അവര് സത്യകുഫാറുകളോട്, സത്യനിഷേധികളോട്, ഇസ്ലാമിന്റെ ബദ്ധവൈരികളോട് പോരടിച്ചവരാണ്. അവര് ധീരമായി മുന്നേറിയവരാണ്. അവരുടെ ചുണ്ടുകൾ അവർ ഉണങ്ങിയിരുന്നു, അവരുടെ തൊണ്ടക്കുഴികൾ ഉണങ്ങിയിരുന്നു, അവരുടെ കവിളുകൾ ഒട്ടിയിരുന്നു, അവരുടെ കണ്ണുകൾ കുഴിഞ്ഞിരുന്നു, അവരുടെ വയറുകൾ ഒട്ടിക്കിടന്നു, അവരുടെ എല്ലുകൾ ഒന്നിരുന്നു. അവർക്ക് പൊട്ടിയ വാളുകളേ ഉള്ളൂ, അവർക്ക് പട്ടിപ്പൊളിഞ്ഞു പോയ പരിചകളേ ഉള്ളൂ, ഏതാനും എലുമ്പിയ ഒട്ടകങ്ങളേ ഉള്ളൂ, ഏതാനും മിനിഞ്ഞുണങ്ങിയ കുതിരകളേ ഉള്ളൂ. കഴിക്കാനൊന്നുമില്ല. തലേ ദിവസവും നോമ്പ് പിടിച്ചവരാ, പിറ്റേ ദിവസവും നോമ്പ് പിടിക്കേണ്ടവരാ. വെള്ളിയാഴ്ച ദിവസം അസ്ർ നമസ്കാരത്തിന് ശേഷം സായാഹ്നത്തിൽ ബദറിൽ വെച്ച് പോരാടുന്ന പോരാട്ട വീതിയിലെ ഏറ്റവും വലിയ ഇതിഹാസ നായകന്മാര് അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? അവര് ഏറ്റവും നല്ല നിലയിൽ പോരാടിയവരാ. അവര് ഏതെങ്കിലും ആളുകൾ കണ്ണുരുട്ടുമ്പോ പേടിച്ചു പോകുന്നവരല്ല. അവരല്ലേ സഹോദരങ്ങളെ പിറ്റേ കൊല്ലം ഉഹദിലും പോരാടിയത്. എന്നിട്ട് അവരെ വെല്ലുവിളിച്ച് അബൂ സുഫിയാനെ നേരിടാൻ അടുത്ത കൊല്ലം വീണ്ടും ബദറിൽ വരാമെന്നവരല്ലേ പറഞ്ഞത്. ആ ബദറിനെ അല്ലേ ബദർ സുഗ്റ എന്നറിയപ്പെടുന്നത്. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, സന്തോഷം വരുമ്പോ അള്ളാഹുവിലേക്ക് മടങ്ങലും, ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ ഏത് സമയത്തും നമുക്ക് നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോ നഷ്ടകഷ്ടങ്ങളുടെ പേരിൽ അള്ളാനെ ഒഴിവാക്കിയിട്ട് പിന്തിരിഞ്ഞു പോകലും അത് അരികുവൽക്കരിക്കപ്പെടുന്ന ഇബാദത്താ. അതൊരിക്കലും നമുക്ക് ചേർന്നതല്ല. നമുക്കൊരു നിലപാടുണ്ട്, നമുക്കൊരു ചങ്കൂറ്റമുണ്ട്, നമുക്കൊരു നിഷ്പക്ഷമായ ചിന്തയുണ്ട്. ആ ചിന്ത ഏതാണ്? സന്തോഷം വന്നാലും അല്ലാ, ദുഃഖം വന്നാലും അല്ലാ, സുഖം വന്നാലും അല്ലാ, ഭക്ഷണം കിട്ടിയാലും അല്ലാ. അല്ലദീന യഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, ക്ഷാമത്തിലും ഖേമത്തിലും അൽഹംദുലില്ലാഹ്, നഷ്ടത്തിലും ലാഭത്തിലും അൽഹംദുലില്ലാഹ്, സുഖത്തിലും ദുഃഖത്തിലും അൽഹംദുലില്ലാഹ്, സന്തോഷത്തിലും സന്താപത്തിലും അൽഹംദുലില്ലാഹ്, കാറ്റടിച്ചാലും നല്ല അന്തരീക്ഷത്തിലും അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, ഏത് ഘട്ടത്തിലും എനിക്ക് എന്റെ റബ്ബുണ്ട്, ഏത് ഘട്ടത്തിലും എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധമുള്ളവരാണ് യഥാർത്ഥ വിജയികള്. അല്ലാതെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങ
തേങ്ങ പോലെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഇബാദത്തെടുക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. നമ്മളെ പറ്റി ഒരു ഉദാഹരണം റസൂലുള്ളാഹി പറഞ്ഞു. എന്താണെന്നറിയോ? മസലുൽ മുഅ്മിനി കൽ ഖാമത്തി മിനസ് സറഅ തുഫീഉഹ റീഹു മറത്തൻ വതഅദിലുഹ മറ. നോക്ക്, പാടത്ത്, അത് കേരളത്തിൽ കാണാനില്ല, പാടത്ത് നെൽക്കതിരുകൾ ഉയർന്ന് ഒരു മനുഷ്യന്റെ അര പൊക്കത്തിൽ നിൽക്കുന്നത് കാണാം. രാത്രിയിൽ ശക്തമായ കാറ്റടിച്ചു വീശി നേരം വെളുത്ത് നോക്കുമ്പോ ഇതെല്ലാം കൂടെ ചാഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചു, അത് പതുക്കെ തല പൊക്കി 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 നേരെയാകും. പിന്നീട് ഒരു കാറ്റടിച്ചു വീശുമ്പോ മറുഭാഗത്തേക്ക് ഇങ്ങനെ ചായും. അടുത്ത വെയിലടിക്കുമ്പോ വീണ്ടും അത് കൊണ്ട് നിവരും. ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസി. പനി പിടിച്ചൊന്ന് കിടക്കും, സടകുടഞ്ഞെഴുന്നേക്കും. കടയിൽ നഷ്ടം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അടുത്ത നിമിഷം അവൻ വീണ്ടും എഴുന്നേക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ അടങ്ങി ഒതുങ്ങി നിൽക്കും, പക്ഷേ സന്തോഷ ഘട്ടങ്ങൾ, അനുകൂലമാകുന്ന ക്ഷേമഘട്ടങ്ങളിൽ അവൻ വീണ്ടും ഉണരും. ഇത് സത്യവിശ്വാസിയുടെ ഉപമയാണ്. എന്നാ നിങ്ങൾ നോക്ക്, വമസലുൽ മുനാഫിഖി, മുനാഫിക്കിന്റെ ഉപമ എന്തെന്നറിയോ? കൽ അർസതി, പന പോലെയാണ്. പന ലാ തസാലു ഹത്താ യകൂന ജഅഫുഹാ മറത്തൻ വാഹിദ. ഒരു കാറ്റടിച്ചാൽ ഈ പന ഒരു വീഴ്ച അങ്ങ് വീഴും. പെട്ടെന്നൊന്നും വീഴൂല, പക്ഷെ നെൽക്കതിരുകൾ ഒരു ചെറിയ കാറ്റടിച്ച കൊണ്ടങ്ങ് വീഴും. സത്യവിശ്വാസി അങ്ങനാണ്. പക്ഷെ വീണ്ടും എണീറ്റ് വരും. അടുത്ത കാറ്റത്ത് വീണ്ടും മറിയും, അടുത്ത വെയിലത്ത് വീണ്ടും എണീക്കും. ഇതാണ് സത്യവിശ്വാസി. പക്ഷേ മുനാഫിക്കീങ്ങൾ എങ്ങനെയാണെന്നറിയോ? എത്ര കാറ്റടിച്ചാൽ ഈ പനയ്ക്കൊരു കുലുക്കവും വരൂല. പക്ഷേ ഒരു വീഴ്ച വീണാൽ പിന്നെ നിവരൂല, പിന്നെ എണീക്കാൻ പറ്റൂല. ഒരൊറ്റ വീഴ്ചയാണ്. അതാണ് പണ്ടുള്ളവര് പറയുന്ന ഒരു ചൊല്ലുണ്ട്, പകയന്മാരെ പല പോലെ പടച്ചോൻ വളർത്തും എന്ന് പറഞ്ഞാൽ കേറി അങ്ങ് പോവും. അവർക്ക് സാമ്പത്തിക മാന്ദ്യം പ്രശ്നമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ പറയുന്നത് പൊളിറ്റിക്കലായി നിങ്ങൾ കാണരുത്. ഞാൻ തുറന്നു പറയാം, ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇനി വേറെ ഏതെങ്കിലും വശം ഉണ്ടെങ്കിൽ പുറകു വശമായാലും മുൻവശമായാലും ശരി, അനുഭവിക്കണം നമ്മളാ. നിങ്ങൾക്ക് പല രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ ഇടതുപക്ഷക്കാരുണ്ടാവും, വലതുപക്ഷക്കാരുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പല പാർട്ടിക്കാരും ഉണ്ടാവും. ഞാൻ പറയുന്നതിന് രാഷ്ട്രീയമായി കാണരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിഷ്പക്ഷമായി ഞാൻ ചോദിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ നിലപാടുള്ളവരാണെന്ന് എനിക്കറിയാം. ഡീസലിന് വില കൂടി, പെട്രോളിന് വില കൂടി, അരിക്ക് വില കൂടി, മണ്ണെണ്ണയ്ക്ക് വില കൂടി, എണ്ണയ്ക്ക് വില കൂടി, എല്ലാത്തിനും വില കൂടി. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ വില കൂട്ടുന്ന ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും, അവർക്കും ഇതിൽ ഭാഗവാക്കല്ലേ? അല്ല അല്ല, അവർക്ക് ഇവിടെ നിന്ന് അപ്പുറം വരെ പോയി ഇത്ര രൂപ എണ്ണ അടിച്ചു, അത് നമ്മുടെ ഖജനാവിന്ന് കൊടുക്കാണ്. ഈ വില കൂട്ടുന്ന ആളുകൾക്ക് ഒന്നും സ്വന്തം കാശ് കൊടുത്ത് വാങ്ങുന്നവരല്ല. ഇതൊക്കെ അനുഭവിക്കുന്നവർ നമ്മളാണ്. ഞാൻ സാന്ദർഭികമായി ഓർത്തപ്പോ പറഞ്ഞു പോയതാണ്. വില കൂടിയ വസ്തുക്കൾ, വില കൂടിയ വാഹനങ്ങൾ, വില കൂടിയ ഉപകരണങ്ങൾ, വില കൂടിയ വസ്ത്രം, ഇതൊക്കെ ഓരോരുത്തരുടെ മൗലിക അവകാശമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരിലേക്ക് ഒരു മനുഷ്യൻ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്, നെല്ലിപ്പലക കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക മാന്ദ്യവും പിടിപെട്ട് യാതൊരു നിലയിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കാൻ, ബറക്കത്തില്ലാതെ പോകുന്നു നമ്മുടെ കാര്യങ്ങൾ. അതുകൊണ്ട് സൂറത്തുൽ വാഖിയ മുടങ്ങാതെ ഓതിക്കോളി, സൂറത്തുൽ വാഖിയ മുടങ്ങാതെ ഓതിക്കോളി. അവന്മാർക്ക് ചിരിക്കാനുള്ളതാണിത്. ഏത്
ഈ നിരീശ്വരവാദികൾക്ക് ചില ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ, എന്നാ പിന്നെ എല്ലാത്തിനും വില കൂടുമ്പോൾ സൂറത്ത് വാക്യ ഓതിയാ പോരെ. ഇത് അഹ്ലുൽ ഈമാനോട് പറയുന്നതാണോ, നിങ്ങളോട് പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്കതിൽ സങ്കടവും വിഷമമൊന്നും തോന്നണ്ട. ഇത് അംഗീകരിക്കാൻ ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇത് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞ ഒരാളില്ലേ, ആരാ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോൾ അന്ന് മദീനയുടെ ഭരണാധികാരി ഉസ്മാൻ തങ്ങളാണ്. അദ്ദേഹം നേരെ കുറച്ച് സമ്പത്തുമായിട്ട്, ബൈത്തുൽ മാലിന്റെ സമ്പത്തുമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. മരിക്കാൻ കിടക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഈ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എനിക്കെന്തിനാണ് ഈ പൈസ? മരിക്കാൻ കിടക്കുന്ന എനിക്കെന്തിനാ കാശ്? അപ്പൊ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അത്രേ, നിങ്ങളുടെ പെൺമക്കളല്ലേ, മക്കള് പെൺകുട്ടികളല്ലേ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഉപകരിക്കട്ടെ. ഉസ്മാൻ തങ്ങളെ, എന്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരൂലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഉസ്മാൻ തങ്ങൾ ഞെട്ടിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? ആ ഉറപ്പുണ്ട്, എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരൂല, അതെനിക്കറിയാം. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈലത്തിൻ ലം തുസിബുഹും ഫാഖത്തൻ അബദാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാത്രിയിലും വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതുമെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരില്ല. എന്റെ മക്കൾ അറിവായതിനു ശേഷം ഇത് മുടക്കിയിട്ടില്ല, അതുകൊണ്ട് എന്റെ മക്കൾക്ക് ദാരിദ്ര്യം വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു യക്കീൻ നമുക്ക് വേണം. പറ്റുമോ? കൈകാലും പൊട്ടിയിട്ട് വെള്ളം കോരി തുണി അലക്കി ആട്ടുകല്ല് പിടിച്ച് കൈ പൊട്ടി ഒലിച്ച് വന്ന മോളുടെ കൈ കണ്ടിട്ട് ഏതാ കെട്ടിച്ചയച്ച വാപ്പാക്ക് സങ്കടം വരാത്തെ? എന്താ മോളെ ഇത്? വാപ്പാ കണ്ടോ, ആരെങ്കിലും ഒരാളെ നാളെ മുതൽ ജോലിക്ക് നിർത്താൻ അലീനോടൊന്നും പറയണം കേട്ടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ, ഒരു സെർവന്റ് കിട്ടുന്നതിനേക്കാൾ ഒരു ജോലിക്കാരനേക്കാൾ നല്ലൊരു കാര്യം വാപ്പിച്ച് പറഞ്ഞു തരട്ടെ. എന്താ ഉപ്പാ? 33 സുബ്ഹാനല്ലാഹ്, 31 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഫാത്തിമ ബീവി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എനിക്ക് ഉത്തരം കിട്ടി.